പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ കൃപ നൽകണമേ ഈശോ എന്ന് പ്രാർത്ഥിക്കണം. വചനം എങ്ങനെയാ? നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും സർവശക്തിയോടും കൂടി സ്നേഹിക്കുക എന്ന് പറയാം. അതായത് നമ്മുടെ ചിന്തകളിൽ മുഴുവനും, മനസ്സിൽ നമ്മുടെ ചിന്തകളിൽ മുഴുവനും ഈശോ ആയിരിക്കണം. വികാരങ്ങളിൽ, ഹൃദയത്തിലുള്ള വികാരങ്ങളിൽ മുഴുവനും ഈശോ ആയിരിക്കണം. നമ്മുടെ ആത്മാവിൽ, നമ്മുടെ ഈ ചൈതന്യത്തിൽ മുഴുവനും ഈശോ ആയിരിക്കണം. ഈശോയെ സർവശക്തിയോടും കൂടെ സ്തുതിച്ചും ആരാധിച്ചും മഹത്വപ്പെടുത്തിയും ജീവിതം കൊണ്ട് സാക്ഷ്യം നൽകിയൊക്കെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനായിട്ട് നമുക്ക് കഴിയണം. ആത്മാർത്ഥത ഉണ്ടാവണം പ്രാർത്ഥനയിൽ. വെറുതെ കടത്ത് കഴിക്കലോ സമയം ചെലവഴിക്കലോ ഉള്ളുകൊണ്ട് സമയം ചെലവഴിക്കാത്ത അവസ്ഥകളോ ഒന്നും ആവരുത്. നല്ല ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ, കൊതിയോടെ പ്രാർത്ഥിക്കാൻ, ദാഹത്തോടെ പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. വചനമുണ്ട്, ഉൽപ്പത്തി 4:3 നമ്മൾ വായിക്കും, ഒരിക്കൽ കായൻ തൻ്റെ വിളവിൽ ഒരു ഭാഗം കർത്താവിനെ കാഴ്ചവെച്ചു. ശ്രദ്ധിക്കണം, ഒരു ഭാഗം എന്ന് പറയുമ്പോൾ ദൈവശാസ്ത്രജ്ഞന്മാരവിടെ പറയുന്നത് ആത്മാർത്ഥതയില്ലാത്ത സമർപ്പണമാണ്, ആത്മാർത്ഥതയില്ലാത്ത പ്രാർത്ഥനയാണ്. അങ്ങനെയാവരുത്. നമ്മൾ ഒരു ഭാഗമല്ല, നമ്മളെ പരിപൂർണമായി ഈശോയിലേക്ക് സമർപ്പിക്കാനായിട്ട് കഴിയണം. അപ്പോൾ ഉള്ളുകൊണ്ട് പ്രാർത്ഥിക്കാനുള്ള കൃപ നൽകട്ടെ. ആരാധിക്കാനും സ്തുതിക്കാനും മഹത്വപ്പെടുത്താനും അഭിഷേകത്തോടെയും പരിശുദ്ധാത്മാവാകുന്ന തീയിൽ ജ്വലിച്ചും പ്രാർത്ഥിക്കാനുള്ള കൃപ നിങ്ങൾക്കെല്ലാവർക്കും ലഭിക്കട്ടെ. പ്രാർത്ഥന ഒരു അനുഭവമാകട്ടെ, പ്രാർത്ഥനയൊരു രുചിയുള്ള അവസ്ഥയായിട്ട് മാറട്ടെ. പ്രാർത്ഥിക്കാൻ കൂടുതൽ പ്രാർത്ഥിക്കാനുള്ള കൊതി നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയട്ടെ. മണിക്കൂറുകളോളം ഈശോയോട് പ്രാർത്ഥിക്കാൻ, ദാഹത്തോടെ പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഇന്ന് മെസ്സേജ് ബോക്സിൽ ഈശോയെ ഉള്ളുകൊണ്ട് പ്രാർത്ഥിക്കാൻ കൃപ നൽകണമേ എന്ന് ടൈപ്പ് ചെയ്യുക. ദിവ്യകാരുണ്യനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എന്നെ